അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും സുഖവും സന്തോഷവും നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമാക്കപ്പെട്ട ബലിപെരുന്നാൾ നമ്മളിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ആഘോഷങ്ങളാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒന്നാമതായി ചെറിയ പെരുന്നാളും രണ്ടാമതായി വലിയ പെരുന്നാളുമാണ്. വലിയ പെരുന്നാൾ എന്നൊക്കെ പറയും. ശരിക്ക് ബലിപെരുന്നാൾ എന്ന ആ ബലിപെരുന്നാളാണ് നമ്മളിലേക്ക് കടന്നു വരാൻ പോകുന്നത്. എന്തുകൊണ്ടും സന്തോഷകരമായ ഒരു ആഘോഷമാണ് ബലിപെരുന്നാൾ സുദിനം എന്നുള്ളത്. അന്ന് വളരെയധികം ശ്രേഷ്ഠമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട കർമ്മം നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നു, അതുപോലെ തന്നെ ഖുതുബ നിർവഹിക്കുന്നു, അതുപോലെ തന്നെ ഖുതുബയ്ക്ക് ശേഷം നാം ബലി അറക്കുന്നു, ഉളുഹിയത്ത് അറുക്കുന്നു. ഈ ഉളുഹിയത്ത് അറുക്കുന്നത് എന്തിനെക്കുറിച്ചാണ്, എന്തിൻ്റെ സ്മരണയെ പുതുക്കുന്നതാണ് എന്ന് നാം മനസ്സിലാക്കണം. പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചതാണ്. ഒരുപാട് പ്രവാചകന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പല പരീക്ഷണങ്ങളും കൊടുത്തിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളിലെല്ലാം പ്രവാചകന്മാർ വിജയിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഒരു പരീക്ഷണമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചത് സ്വപ്നത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഇബ്രാഹിം നബിയെ, അങ്ങയുടെ മകനെ അറുക്കണം എന്നുള്ള സ്വപ്നം ഇതറിഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ സ്വപ്നം കണ്ടപ്പോൾ ഞെട്ടിയുണരുകയാണ്. ഇങ്ങനെയതാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് സമ്മതിക്കുക തന്നെ ചെയ്തു. എല്ലാ പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ പല പ്രവാചകന്മാർക്കും പരീക്ഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളിലെല്ലാം അവർ ക്ഷമയോടെ ആ പരീക്ഷണങ്ങളെല്ലാം ഏറ്റുവാങ്ങിയിട്ടുമുണ്ട്. ആ പരീക്ഷണങ്ങളിലെല്ലാം അവർ വിജയിച്ചിട്ടുമുണ്ട്. അങ്ങനെ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ആ സ്വപ്നം, സ്വപ്നത്തിലൂടെ അറിയിച്ച ആ സ്വപ്നം, അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനെ അറുക്കണമെന്നുള്ള ആ സ്വപ്നം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് സമ്മതിക്കുകയാണ്. എൻ്റെ കൽപ്പനയല്ലേ, അത് നാം അനുസരിക്കുന്നു, അത് നാം ഏറ്റെടുക്കുന്നു എന്നുള്ള രീതിയിൽ അതിനെ സമ്മതിക്കുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ വിവരം പറയുകയാണ്. അങ്ങനെ വിവരം പറഞ്ഞപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ചെറിയ കുട്ടിയായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മറുപടി എന്താണ്? അല്ലാഹുവിൻ്റെ തീരുമാനമല്ലേ, അതിന് റെഡിയാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അറുക്കാനുള്ള സാമഗ്രികളുമായി മലമുകളിലേക്ക് മകനെയും കൂട്ടി പുറപ്പെടുകയാണ്. പുറപ്പെട്ടു അവിടെ അറുക്കാനുള്ള സ്ഥലമെത്തിയപ്പോൾ ഒരു സ്ഥലത്ത് കിടക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ അറുക്കാൻ വേണ്ടി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടന്നു കൊടുക്കുന്നു. അങ്ങനെ കിടന്നു കൊടുത്തു.
അങ്ങനെ അതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മറുക്കാൻ വേണ്ടി കഴുത്തിൽ കത്തിവെച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, എത്ര മുറിഞ്ഞിട്ടും മുറിയുന്നില്ല, അത് മുറിയാവുന്നില്ല. എന്താണ് അതിന് കാരണം? അതേ, അള്ളാഹുവിൻ്റെ വിളിയാളം വരുന്നു, ശരീരിൽ നിന്ന് മുഴങ്ങുന്നു. ഇബ്രാഹിം, അതേ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ആടുമായി വരുന്നുണ്ട്. അങ്ങനെ അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് ആടുമായി വന്നു. അതിനെ അറുക്കണം എന്നുള്ള ഒരു ആജ്ഞ അള്ളാഹുവിൽ നിന്ന് തരുന്നു. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആടിനെ അറുക്കുന്നു. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ആജ്ഞ, ആ പരീക്ഷണം അങ്ങ് ഏറ്റെടുത്തിരിക്കുന്നു, അത് വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ആടിനെ അറുക്കണം. അങ്ങനെ അതാ സ്വർഗത്തിൽ കൊണ്ടുവന്ന് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന ആടിനെ അറുക്കുന്നു. ആ സ്മരണയാണ് ഇന്ന് നമ്മൾ ഉളൂഹിയത്ത് ബലിപെരുന്നാളിൽ ഉളൂഹിയത്ത് അറുക്കുന്നത്. ഈ ഉളൂഹിയത്ത് അറുക്കുന്നത് മഹാന്മാരെ അനുസ്മരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഈ വഹാബികളുണ്ടല്ലോ, അവർ ഉളൂഹിയത്ത് ഒരു കാലത്ത് ഉളൂഹിയത്ത് അറുക്കാൻ പാടില്ല, അത് ശിർക്കാണ് എന്ന് പറഞ്ഞ വഹാബികൾ ഇപ്പോൾ ഉളൂഹിയത്ത് അറുക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വഹാബികളും സുന്നികളുമായി തർക്ക വിഷയങ്ങൾ അവർ സുന്നികളുടെ പാത പിൻപറ്റി വരുന്നുണ്ട്. നബിദിനം അതാ, ഞാൻ വിഷയത്തിലേക്ക് മാറിപ്പോകില്ല, ഇടയിൽ വെച്ച് പറയുകയാണ്. നബിദിനം ചിലയിടങ്ങളിലൊക്കെ നബിയുടെ മദ്ഹ് പറയുന്നതായിട്ട് നമ്മൾ കാണാനിടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ചില പ്രവർത്തനങ്ങൾ സുന്നികളുമായി അവർ യോജിച്ചു വരുന്നുണ്ട്, അംഗീകരിച്ചിരിക്കുന്നു. അതൊക്കെ എന്താണ്? സുന്നികളുടെ ആശയങ്ങളാണ് ശരിയെന്ന് അവർക്കിപ്പോൾ ബോധ്യപ്പെട്ടു വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും കുറേ കഴിയുമ്പോൾ അവർ എല്ലാം തന്നെ സുന്നികളുടേതാണ് ശരിയെന്ന് വെച്ച് നമ്മളെപ്പോലെ കൊണ്ടാടാൻ അവർ വരും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു അതിനവർക്ക് നല്ല ബുദ്ധി നൽകുമാറാവട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഈ ഉളുഹിയത്ത് കർമ്മം നമ്മളെല്ലാവരും കഴിയുന്നവരൊക്കെ അത് നടത്താൻ വേണ്ടി വളരെ പുണ്യമാണ്. ഉളുഹിയത്തിൻ്റെ അത് അറുത്തവൻ അതിൻ്റെ മൃഗത്തിൽ കയറി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആ ഉളുഹിയത്ത് അറുക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ രക്തം താഴെ വിറ്റി വീഴുന്നതിന് മുമ്പായി ഈ ഉളുഹിയത്തിൻ്റെ ആളുകൾ, അതിൻ്റെ അറുക്കാനുള്ള അതിൻ്റെ ആ പണം ചിലവഴിച്ച ആളുകളുണ്ടല്ലോ, അത് ഉളുഹിയത്തിൻ്റെ ആളുകൾ, അവരുടെ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ നിർത്തുകയാണ്. ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും അല്ലാഹു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ദോഷങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിനുള്ള സാമ്പത്തിക മാർഗം അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളും കടങ്ങളുമെല്ലാം അല്ലാഹു അകറ്റിത്തരുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു അകറ്റിത്തരുമാറാവട്ടെ. നമ്മുടെ കടങ്ങൾ അല്ലാഹു വീട്ടിത്തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവും ആഖിറവും വിജയിപ്പിച്ച് തരുമാറാവട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു റാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളെല്ലാം അല്ലാഹു അകറ്റിത്തരുമാറാവട്ടെ. ഖുബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഹജ്ജിൻ്റെ വേളയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിമാരുടെ ഹജ്ജുകളെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അവരുടെയൊക്കെ അവരുടെ ദുആകളിൽ നമ്മളെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും
നിർത്താനുള്ള ഒരു മനസ്സ് അവർക്ക് നൽകുമാറാവട്ടെ. അവരുടെയൊക്കെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിൻ്റെയും ഈ മാസത്തിൻ്റെയും ദുൽഹിജ്ജയിലെ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളുടെ ബർക്കത്ത് കൊണ്ട് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരുമാറാവട്ടെ. നമ്മുടെ കാര്യങ്ങളെല്ലാം അല്ലാഹു വിജയിപ്പിച്ച് തരുമാറാവട്ടെ. മക്കളില്ലാത്തവർക്ക് അല്ലാഹു നല്ല കൺകുളിർമയുള്ള മക്കളെ നമുക്കൊക്കെ അല്ലാഹു നൽകുമാറാകട്ടെ. ഇഷ്ടസന്താനങ്ങൾ നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകുമാറാവട്ടെ. ഗർഭിണികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരു പ്രയാസവും കൂടാതെ സുഖപ്രസവം നൽകുമാറാവട്ടെ. ആഫിയത്തും ആരോഗ്യമുള്ള കൺകുളിർമയുള്ള ഖൈറായ സന്താനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നമ്മോട് ബന്ധപ്പെട്ടവർക്കും നമുക്കുമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലുള്ളവരും ഉസ്താദുമാരുടെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരും നമ്മോട് സഹകരിക്കുന്ന എല്ലാവരുടെയും രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കുമാറാകട്ടെ. എല്ലാവരുടെയും പറയപ്പെട്ടവരുടെയും എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാകട്ടെ. എല്ലാവിധ കാര്യങ്ങളിലും റാഹത്തും സലാമത്തും സന്തോഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. ഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ജീവിതത്തിൽ പല പ്രാവശ്യം ചെയ്യാൻ നമുക്കും ബന്ധപ്പെട്ടവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അർഹമുർ-റഹീമായ അല്ലാഹ്, ജീവിക്കുന്ന കാലത്തോട് റാഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിച്ച് നിൻ്റെ ത്വാഅത്തിലായി ജീവിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം സ്വലാത്തുകളും സലാവുകളും ചൊല്ലി, അതുപോലെ തന്നെ ഒരുപാട് ദിക്റുകൾ ചൊല്ലി, അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ഇബാദത്തുകൾ ചെയ്ത് അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിതം നിലനിർത്താനും മരിക്കൽ ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ടുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫോട്ടോ കണ്ടുകൊണ്ട് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആയിട്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹ് നിങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും കുടുംബമിത്രാദികളെയും ഉസ്താദുമാരെയും ശിഷ്യന്മാരെയും സഹകരിച്ചവരെയും ദുആ കൊണ്ട് കടമപ്പെട്ടവരെയും അല്ലാഹ് എല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം അല്ലാഹ്. നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എന്ത് പ്രയാസങ്ങളാണെങ്കിലും എന്ത് ഉദ്ദേശങ്ങളാണെങ്കിലും റബ്ബേ നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. റബ്ബേ, ദുആ സ്വീകരിക്കണം അല്ലാഹ്. ദുനിയാവും ആഖിറവും മരിച്ചതിന് ശേഷം ഖബറും മഹ്ശറയും എല്ലാം നീ വിജയിപ്പിച്ചു തരണം റഹ്മാനെ. മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണം റഹ്മാനെ. നല്ലത് പറയുന്നതിൻ്റെയൊക്കെ തവാബിൽ ആ മരണപ്പെട്ടു പോയവരുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. റബ്ബേ, ദുആ സ്വീകരിക്കണം അല്ലാഹ്. ഈ മഹത്വമായ രാത്രികളുടെ ബറക്കത്ത് കൊണ്ട് ദുആ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളുടെ ദുആ സ്വീകരിക്കണം റബ്ബേ. ആമീൻ പറയുന്നവരുടെ ആമീൻ സ്വീകരിക്കണം അല്ലാഹ്. ദുആ ചെയ്യുന്നവൻ മോശക്കാരനാണെങ്കിലും ആമീൻ പറയുന്നവരുണ്ട് അല്ലാഹ്. അവരുടെ ദുആ അവരുടെ ആമീൻ സ്വീകരിക്കണം റഹ്മാനെ. സ്വീകരിക്കണം അല്ലാഹ്. സ്വീകരിക്കണം റബ്ബേ. ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഈ ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്. ഈ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ദുആ നീ സ്വീകരിക്കണം അല്ലാഹ്. നീ സ്വീകരിക്കണം റഹ്മാനെ. നീ സ്വീകരിക്കണം അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعانا إنك أنت السميع العليم. تب علينا إنك أنت التواب الرحيم. اغفر لنا ولمن تعلقوا بنا ولمن ماتوا منا يا غافر المذنبين. آمين 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 برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.